ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ എടുത്തതാണ്, പക്ഷേ ലൈഫ് കുറച്ച് ബിസി ആയതുകൊണ്ട് ഇന്നാണ് എനിക്കിതൊന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ഈ കാണുന്നത് ഞാൻ പഠിച്ച എൻ്റെ സ്കൂളാണ് കേട്ടോ, സെയിൻറ്റ് ട്രീസാസ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, എറണാകുളത്ത് വൺ ഓഫ് ദ ഫേമസ് സ്കൂളാണ്. അപ്പോൾ ഇന്ന് എനിക്ക് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എന്നെ അവിടെ ഒരു ജഡ്ജ്മെൻറ്റിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡാൻസിനും അങ്ങനെ കുറച്ച് പ്രോഗ്രാംസിന്. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ ഞാനും എൻ്റെ ജൂനിയേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കറക്റ്റ് ടൈമിലാണ് എത്തിയത്. അപ്പോൾ അവിടെ ഫസ്റ്റ് ബാൻഡോടെയാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തതെല്ലാം. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സെൻറ്റ് ട്രീസാസിൽ പഠിച്ച എല്ലാവർക്കും തന്നെ അറിയാം, അവിടുത്തെ ഒരു വലിയൊരു സെലിബ്രേഷനാണ് ഈ തെരേസ്യൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ. സ്കൂളിൽ മാത്രമല്ല, കോളേജിലാണെങ്കിലും എല്ലാവരും ഭയങ്കര കാത്തിരുന്ന് ചെയ്യുന്നൊരു സെലിബ്രേഷനാണ്, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റാണ് നമ്മുടെ തെരേസ്യൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ. സ്കൂളിൽ 2 ദിവസമായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസമാണ് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്. അവിടെ കുറച്ച് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ കുറച്ച് കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് ഡേയിൽ ഡാൻസ്, പിന്നെ സ്കിറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്, മ്യൂസിക് അങ്ങനെ. സെക്കൻഡ് ഡേയിൽ വരുന്നതാണ് മിസ് തെരേസ്യൻ കോമ്പറ്റീഷൻ. അപ്പം ഇതിപ്പോൾ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ അതിന് ഇനോഗ്രേഷൻ ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇന്ന് തെരേസ്യൻ വീക്ക് ആരംഭിക്കുകയാണ്. അതിന് ഒരു ഉദ്ഘാടനം കൂടിയേ തീരൂ. നമ്മുടെ പ്രിയങ്കരിയായ ഹെഡ് മിസ്ട്രസ് റെവറൽ സിസ്റ്റർ ഡാനി 2 ദിവസത്തെ തെരേസ്യൻ വീക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. സിസ്റ്റർ, മൈക്ക് ഞാൻ കൈമാറുകയാണ്. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, പ്രിയ അധ്യാപകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾ കാത്തിരുന്ന ആ തെരേസ്യൻ ഡേയ്സാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 2 ദിവസമായിട്ടാണ് നാം ആഘോഷിക്കുന്നത്. ഈ 2024-25 അധ്യയന വർഷത്തിലെ തെരേസ്യൻ ഡേയ്സിൻ്റെ എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് പോയാലും ഈ ദിനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കുകയില്ല എന്ന് എനിക്കറിയാം. ഒരിക്കൽ കൂടി ഈ ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എയറോബിക്സ് മത്സരം ആരംഭിക്കുകയാണ്. ഗ്രൂപ്പുകൾ പെൻഡ്രൈവുമായിട്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഫസ്റ്റ് കോമ്പറ്റീഷൻ വന്നിട്ട് എറോബിക്സ് ആയിരുന്നു. അപ്പോൾ കുറേ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് ഇത് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ നല്ല സ്പേസ് വേണമല്ലോ. അപ്പോൾ എല്ലാവരും അതിനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ റിസൾട്ട് പറയും. അതിനുശേഷം ഞങ്ങൾ നേരെ സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി ബാക്കിയുള്ള പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാൻ ടൈമായി. അപ്പോൾ ഈ സ്പേസ് ആണ് എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജി ഉള്ളൊരു സ്പേസാണ്. കാരണം ഞങ്ങളുടെ ഡാൻസിൻ്റെ പ്രാക്ടീസ് ആണെങ്കിലും കുറേ കോമ്പറ്റീഷൻസൊക്കെ ഇവിടെ വെച്ചാണ് നടന്നത്. അപ്പോൾ ഈ കാണുന്ന 2 പേരും എൻ്റെ ജൂനിയേഴ്സാണ്. ഇവർ നല്ല അസാധ്യമായിട്ട് പാട്ട് പാടുന്ന പിള്ളേരാണ് കേട്ടോ. 2 പേരും നന്നായിട്ട് പാട്ട് പാടും. അങ്ങനെ എറോബിക്സ് കഴിഞ്ഞിട്ട് അധികം വൈകാതെ തന്നെ നെക്സ്റ്റ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. സ്പോർട്ട് ഡാൻസ് ആയിരുന്നു. അപ്പോൾ ആദ്യം UP സെക്ഷനാണ്, അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ സെക്ഷനും.
അങ്ങനെ സ്പോട്ട് ഡാൻസ് കഴിഞ്ഞിട്ട് അടുത്ത കോമ്പറ്റീഷൻ വന്നിട്ട് സ്റ്റാൻഡപ്പ് കോമഡി ആയിരുന്നു. അപ്പോൾ അതിലും നമ്മൾ ഇതുപോലെ തന്നെ ഗ്രൂപ്പ് സെക്ഷനായിട്ടല്ല UPയും ഹൈസ്കൂളും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചായിട്ട് എനിക്കെല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയുള്ളൂ. അതിനുശേഷം ഗ്രൂപ്പ് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തു. അതും എല്ലാവരും നന്നായിട്ട് പാട്ട് പാടി കേട്ടോ. അങ്ങനെ ഗ്രൂപ്പ് മ്യൂസിക് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ റാണി മിസ്സും ഷൈനി മിസ്സും. അപ്പോൾ ഞങ്ങൾ പണ്ടത്തെ ഞങ്ങളുടെ വിശേഷങ്ങളും ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറത്ത് നോക്കിയപ്പോൾ പിള്ളേർ അവിടെ നിന്ന് പാട്ടിട്ട് ഭയങ്കര തകർക്കലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ നോക്കി. നെക്സ്റ്റ് കോമ്പറ്റീഷൻ അഡ്വർടൈസ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ സ്കിറ്റ്. ജസ്റ്റ് അവർക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുക്കും. ലൈക്ക് അംബ്രല, ഷാംപൂ, സ്ലിപ്പേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ അത് അവർ നല്ല ഫണ്ണി എലമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നല്ല ക്രിയേറ്റീവായിട്ട് അത് അഡ്വർടൈസ് ചെയ്യണം. അതാണ് ഈ കോമ്പറ്റീഷൻ. എന്തായാലും പിള്ളേർ നല്ല അടിപൊളിയായിട്ട് നല്ലപോലെ അഭിനയിച്ച് കുറേ ഫണ്ണി എലമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന്
അങ്ങനെ സ്കിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഗ്രൂപ്പ് ഡാൻസ് ആണ്. ഇത് പറയാതിരിക്കാൻ വൈകിട്ട് ഒന്നിനൊന്ന് അടിപൊളിയായിട്ടാണ് അവിടെ ഗ്രൂപ്പ് ഡാൻസ് എല്ലാ പിള്ളേരും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. എല്ലാവരും ഭയങ്കര സൂപ്പറായിട്ടാണ് കളിച്ചത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ പെർഫോം ചെയ്തത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താ പറയുകയെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ച സ്കൂളായതുകൊണ്ട് പറയുകയല്ല, അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കലോത്സവം കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ സെയിൻറ്റ് ട്രിസാസിൻ്റെ സ്ഥാനമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് അടിക്കുന്നത് നമ്മളുടെ സെയിൻറ്റ് ട്രിസാസ് ആയിരിക്കും. അങ്ങനെ അവിടെ സ്റ്റഡീസിന് മാത്രമല്ല, അതുപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഇതുപോലെയുള്ള ഫങ്ഷൻസിനാണെങ്കിലും. അതുപോലെ തന്നെ പിള്ളേർക്ക് കുറച്ച് കഴിവുണ്ടായാൽ മതി, അത് മിസ്സുമാർ നല്ലപോലെ ബൂസ്റ്റ് ചെയ്ത് അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന കുറേ ടീച്ചേഴ്സൊക്കെ റിട്ടയർഡായി. പിന്നെ അതുപോലെ തന്നെ കുറേ മിസ്സുമാർ വേറെ സ്കൂളിലോട്ട് ട്രാൻസ്ഫറായി. പക്ഷേ ഞങ്ങൾ ഇന്ന് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ ഞങ്ങൾ പോകുന്ന വരെ ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന 2 ടീച്ചേഴ്സാണ് ഞങ്ങളുടെ ഷൈനി മിസ്സും റാണി മിസ്സും. പണ്ട് ഞങ്ങളോട് എങ്ങനെയാണോ അതേ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കൂടെയാണ് ഇപ്പോഴും മിസ്സുമാർ ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവർ. അപ്പോൾ മിസ്സുമാരെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയും ഇതുപോലുള്ള കലകളോടും എല്ലാത്തിനോടും സപ്പോർട്ട് ചെയ്യുന്ന മിസ്സുമാരാണ് സെയിൻറ്റ് ട്രിസാസിലുള്ളത്. അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ ഞങ്ങളാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലൊക്കെ ഒരുപാട് സന്തോഷിച്ചു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ പഠിച്ച സ്കൂളിൽ തന്നെ ഒരു ഗസ്റ്റായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷമുണ്ടായി. അപ്പോൾ ഈ വ്ളോഗിൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.